അത്രയുണ്ട്, അതിൻ്റെ കൈയുടെ വലിപ്പത്തിലുണ്ട് ആ പൂവിൻ്റെ വലിപ്പം. കണ്ടത് എവിടെ സവാള ഇപ്പോൾ ഓക്കെ. കൂടുതലായിട്ടും യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞാൽ കാണുന്നത്. പക്ഷേ സുന്ദരപാണ്ഡ്യപുരത്തെക്കാട്ടി വരുന്നവർ ഇങ്ങനത്തെ പണി കാണിക്കുന്നത് എന്തിനാ അല്ലേ? പോക്കറത്തരം കാണിക്കുന്നതും മലയാളികളാണ്. കാര്യം കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എല്ലാ പൂക്കളും നമ്മളിങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. ഈ തുരങ്കം കയറിക്കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാടാ. സുരണ്ടയിലോട്ട് പോയാലും നമുക്ക് സൂര്യകാന്തി കാണാം, സുന്ദരപാണ്ഡ്യപുരത്ത് പോയാലും സൂര്യകാന്തി കാണാം. അപ്പോൾ എവിടെ പോകണം? ഈ ഫുട്പാത്തൊക്കെ നോക്കേ, ഒരു ചവർ പോലും ഇല്ല. കേരളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ ആര്യങ്കാവ്. തെങ്കാശി, ചെങ്കോട്ട, പുനലൂർ, അടൂർ വഴി കോട്ടയം. എന്താ സൂര്യകാന്തിക്ക് പക്കം നിർത്തുമാ കേർട്ടുമാ. ഇപ്പൊ നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറയുന്ന സ്ഥലത്തോട്ടാ. അപ്പോൾ നമ്മൾ ഒരുമിച്ചല്ല പോകുന്നത്. ഇവിടെ ഭയങ്കര മഴ ആയോണ്ടേ എന്നതാ റെയിൽവേ സ്റ്റേഷൻ വരെ വിടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് ചിന്നതുരൈ നമ്മുടെ ഫ്രണ്ടിന്റെ പേര് ഒരു ഹായ് കാണിച്ചോ? ആ ചിന്നതുരൈ എന്ന പേര് നിങ്ങൾ ഒരു തവണ പറഞ്ഞ ചിന്നതുരൈ. അപ്പൊ ചിന്നതുരൈ നമ്മളെ റെയിൽവേ സ്റ്റേഷനിലോട്ട് വിടാൻ വേണ്ടി വന്നിരിക്കും. അപ്പൊ നമ്മള് തമിഴ്നാട്ടിലെ സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ടാണ് പോകുന്നത്. അവിടെ സൂര്യകാന്തി പൂത്തത് കാണാൻ വേണ്ടി പോവുക. അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട്. ആ ട്രെയിനൊക്കെ പോകുന്ന കണ്ടില്ലേ? അപ്പൊ എന്തായാലും ചിന്ന നമ്മളിവിടെ കൊണ്ടുവിട്ടില്ലായിരുന്നെങ്കിൽ മഴയത്ത് പോകാൻ പാടായിരുന്നേനെ. നമ്മളെ വണ്ടി അവിടെ കിടക്കുക, അപ്പുറത്ത് കിടക്കുക. ഇത് വേറെ അങ്ങോട്ട് പോകുന്നുണ്ട്. ഇതേത് വണ്ടി പിന്നെ? ശബരി എക്സ്പ്രസ് ആട്ടോ പോകുന്നത്. എന്തോ എവിടെ പോകുന്നത്? തിരുപ്പതി ടു സെക്കന്ദരാബാദ് അല്ലേ? തിരുപ്പതിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഓ തിരുവനന്തപുരം. ഹിന്ദിയിൽ തിരുവനന്തപുരം എന്ന് എഴുതിയിരുന്നു, ഞാൻ തിരുപ്പതി എന്നാണ് വായിച്ചത്. അപ്പം തിരുവനന്തപുരത്ത് നിന്ന് ഹൈദരാബാദ് വരെ പോകുന്ന വണ്ടി കേട്ടോ, സെക്കന്ദരാബാദ് വരെ പോകുന്ന വണ്ടിയാണ് ശബരി എക്സ്പ്രസ്സാണ് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇറങ്ങാം. നമ്മുടെ ഫാത്തിമ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡാട്ടോ, നമ്മുടെ കൊല്ലത്തെ ഫാത്തിമ മാതാ നാഷണൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡാണ്. ഞാൻ പഠിച്ച കോളേജാട്ടോ ഇത്. നമ്മൾ പണ്ട് പഠിച്ച കോളേജ് കാണുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക നൊസ്റ്റാൾജിക് ഫീലൊക്കെ തോന്നുമല്ലോ. പക്ഷേ എനിക്കൊന്നും തോന്നില്ല കേട്ടോ. കാര്യം നമ്മൾ കൂടെ പഠിച്ച ദരിദ്രവാസികളൊക്കെ ഇവിടെയൊക്കെ വെച്ച് കാണും. അതുകൊണ്ട് പിന്നെ വലിയ ഫീലൊന്നും തോന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാം. അപ്പോൾ ചിന്ന പോയിട്ട് വരട്ടെ. ഓക്കെ. ഭയങ്കര മഴ കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മഴ. നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രെയിൻ ഇവിടെ റെഡി ആയിട്ട് കിടക്കുക കേട്ടോ. ഡീസൽ എഞ്ചിനാ. ഇതാ നോക്കേ, കൊല്ലം റെയിൽവേ സ്റ്റേഷൻ, കൊല്ലം ജംഗ്ഷൻ. ആ ഡീസൽ എഞ്ചിന്റെ സൗണ്ട് കേൾക്കാൻ നല്ല ഫീൽ കേട്ടോ, നല്ല മാസ്സായിട്ടുണ്ട്. നമ്മൾ പോകുന്ന വണ്ടിയുടെ നമ്പർ 16102 ആട്ടോ. ചെന്നൈയിൽ പോകുന്ന വണ്ടിയാ, ചെന്നൈ എഗ്മോർ. കൊല്ലം ടു ചെന്നൈ പോകുന്ന വണ്ടിയാ 16102. ഉച്ചയ്ക്ക് 12 മണിക്ക് കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്നത്. അതാണ്ടേ നമ്മുടെ VVIP കമ്പാർട്ട്മെന്റ്. കയറാം. ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ, ഇഷ്ടംപോലെ സ്ഥലം. നമുക്ക് ഈ സുന്ദരപാണ്ഡ്യപുരത്തോട്ട് പോകണമെങ്കിലേ ആദ്യം തെങ്കാശി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകണം. അപ്പോഴേ കൊല്ലത്തുനിന്ന് തെങ്കാശി വരെ പോകുന്നതിനുള്ള ട്രെയിൻ ടിക്കറ്റ് ചാർജ് ജനറൽ കമ്പാർട്ട്മെന്റിന് 50 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് കേട്ടോ. നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. കൃത്യം 12 മണിക്ക് തന്നെ എടുത്ത്. എൻ്റെ വാച്ച് 5 മിനിറ്റ് ഫാസ്റ്റ് ആട്ടോ. അങ്ങനെ നമ്മൾ പെരിയ പെരിയ കാട് താണ്ടി മലയെ താണ്ടിയൊക്കെ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുക. അതോ അവിടെ ദൂരെ ഭാഗത്തായിട്ടൊക്കെ കാണിച്ചു തരാം. റബ്ബർ ഇടയിൽ കയറി അങ്ങനെ ദൂരെ കണ്ടില്ലേ, അവിടെ സഹ്യപർവ്വതത്തിലായിട്ട് കോടമഞ്ഞൊക്കെ കാണാം. സൂം ചെയ്ത് നോക്കാം. കണ്ടാ മഴ പെയ്തതിൻ്റെ, ഇപ്പം നല്ല കിടിലം മഴ പെയ്തതിൻ്റെ ആ ഒരു മഞ്ഞൊക്കെ ആയിരിക്കും അത്. നല്ല കിടുക്കാച്ചി മഴയല്ലേ പെയ്ത്, അപ്പോൾ അതിൻ്റെ ഒരു കോടമഞ്ഞൊക്കെ ആയിരിക്കും അത്. അങ്ങോട്ടെല്ലാം ഉണ്ട്. കണ്ടാ മഴ മെനക്കെടുത്താന്നൊക്കെ പറയുന്നെങ്കിലേ മഴയത്ത് യാത്ര ചെയ്യാൻ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആര്യങ്കാവ് എത്തിയിരിക്കുക. കേരളത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് ഈ ആര്യങ്കാവ്. കൊല്ലം ജില്ലയിലെ തമിഴ്നാട് ബോർഡറിൻ്റെ ഏറ്റവും ലാസ്റ്റ് സ്റ്റേഷനാണ് ആര്യങ്കാവ്. അപ്പോൾ നമ്മൾ ആര്യങ്കാവ് സ്റ്റേഷനിൽ എത്തിയിരിക്കുക. ഇവിടെ സ്റ്റോപ്പില്ല, നമ്മുടെ വണ്ടിക്ക് ഇവിടെ സ്റ്റോപ്പില്ല. മഴ ആയതുകൊണ്ടേ പോകുന്ന റൂട്ടിലുള്ള ഈ ചെറിയ അരുവികളെല്ലാം നിറഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. നോക്കേ, അവിടെ ഒരാൾ നമ്മൾ പോകുന്ന വീഡിയോ എടുക്കുക. നമ്മുടെ ഈ ലാസ്റ്റ് തുരങ്കം എത്തി കേട്ടോ, തമിഴ്നാട്ടിലോട്ട് കയറുന്നതിൻ്റെ ലാസ്റ്റ് തുരങ്കം. ട്രെയിനിനകത്ത് ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ട് കേട്ടോ ഫ്രണ്ടിൽ, കണ്ടില്ലേ? കംപ്ലീറ്റ് ഇരുട്ടായി തുരങ്കത്തിനകത്ത്. ഏകദേശം 1 കിലോമീറ്ററോളം ഉണ്ട് കേട്ടോ ഈ തുരങ്കത്തിൻ്റെ നീളം. ഒരു പ്രത്യേക ഫീൽ അതിനകത്തൂടെ പോകാൻ. ഈ തുരങ്കം കയറിക്കഴിഞ്ഞാൽ അപ്പുറത്ത് തമിഴ്നാടാ. അങ്ങനെ പെരിയ പെരിയ കാട് താണ്ടി മലയെ താണ്ടി തുരങ്കവും താണ്ടി നമ്മൾ തമിഴ്നാട്ടിലോട്ട് പോവുക. നമ്മൾ തമിഴ്നാട്ടിലോട്ട് കയറിയിരിക്കുക.
നമ്മളിത് ആ കാണുന്ന ആ വലിയ മല തുറന്നാട്ടോ ഇപ്പുറത്തോട്ട് വന്നേക്കുന്ന. അപ്പുറത്തെ കേരളത്തിൽ നിന്ന് ഇപ്പുറത്തെ തമിഴ്നാട്ടിലോട്ട് നമ്മൾ വന്നിരിക്കുക. അങ്ങനെ തമിഴ്നാട്ടിലോട്ട് കയറിയപ്പോഴത്തേക്ക് ഇതാ നോക്കിയാൽ നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. അല്ല കിടുക്കാച്ചി സ്ഥലം. ഓക്കെ, ഫുള്ള് വയലാണ് കേട്ടോ, നെൽകൃഷിയൊക്കെയുള്ള ഫുള്ള് വയലാണ്. നമ്മുടെ ആ കേരളത്തിൻ്റെ ഭാഗത്തോട്ട് നോക്കിയാൽ അവിടെ മഴയുടെ ഒരു കോള് കണ്ട. നമ്മുടെ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തെത്തി. ഒരു ഓവർ ബ്രിഡ്ജ് കണ്ട, ആ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ അപ്പുറത്ത് കയറുന്നത് തെങ്കാശി റെയിൽവേ സ്റ്റേഷനാണ്. ഒരു വിധപ്പെട്ട വലിയ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തൊക്കെ ഒരു ഓവർ ബ്രിഡ്ജ് കാണും അല്ലേ. കൊല്ലത്തുണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ ഉണ്ട്. ഇതേപോലെ ഒരു ബ്രിഡ്ജിൻ്റെ അപ്പുറത്തായിട്ട് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ഏതൊക്കെ സ്റ്റേഷനുകളുണ്ട്? തെങ്കാശി ജംഗ്ഷൻ. ഇപ്പോൾ സമയം 3:30 ആയപ്പോഴത്തേക്കും തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലെത്തി കേട്ടോ. ഇവിടെ നിന്ന് ഒരുപാട് പേര് ട്രെയിനകത്തോട്ട് കയറാനുണ്ട്, ഒരുപാട് പേര് വെയിറ്റ് ചെയ്ത് നിൽക്കുക. അങ്ങനെ നമ്മൾ തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ നിൽക്കുക കേട്ടോ. സമയം എന്താ ഇപ്പം 3:30 കഴിഞ്ഞ്. തെങ്കാശി റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലോട്ട് നമ്മൾ ഇറങ്ങുക. ഫ്രണ്ടിലൊക്കെ ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ. അതാണ്ടില്ലേ, ആദ്യമായിട്ടാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഓട്ടോ സ്റ്റാൻഡ് കാണുന്നത്, നിങ്ങളും അല്ലേ. അങ്ങനെ ഇവിടെ നിന്ന് നമുക്കിനി തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകണം. പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നാൽ നമുക്കിനി ഈ സൂര്യകാന്തി പൂവുള്ള സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ബസ് കിട്ടുന്നത്. ഇതാണ് നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിൻ ഇറങ്ങി, അതുവഴി അങ്ങനെ ഇറങ്ങിയതാ ഈ വഴി കൂടെ നമ്മൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകുന്നത്. അങ്ങനെ നമുക്ക് പഴയ ബസ് സ്റ്റാൻഡിലോട്ട് പോകാം. അങ്ങനെ ഞാൻ ഈ ട്രെയിനിൽ വെച്ചേ കുറച്ച് ആൾക്കാരെ പരിചയപ്പെട്ടായിരുന്നു. ഈ സുന്ദരപാണ്ഡിപുരത്തിൻ്റെ അടുത്തൊക്കെ ഉള്ള കുറച്ച് പേരെ പരിചയപ്പെട്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞത് ഈ സുന്ദരപാണ്ഡിപുരം എന്ന സ്ഥലത്ത് മാത്രമല്ല ഈ സൂര്യകാന്തി പൂ ഉള്ളത്, അല്ലാതെ ഈ സുരണ്ട എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട്. തമിഴ്നാട്ടിലെ സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തിൻ്റെ അടുത്തൊക്കെ ആയിട്ട് ഈ സൂര്യകാന്തിയുടെ കൃഷിയൊക്കെ ഉണ്ടെന്നാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമുക്ക് എങ്ങോട്ടെങ്കിലുമൊക്കെ പോവാം. എങ്ങോട്ടെങ്കിലുമൊക്കെ പോയി സൂര്യകാന്തി കണ്ടുപിടിക്കുക. അതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം. തെങ്കാശിയിൽ വെച്ചിപ്പോൾ നമ്മളൊരു കുറേ വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കൊരു 100 വീഡിയോ തികയുന്നതിൻ്റെ ഇവിടെ വെച്ച് കേക്കൊക്കെ കട്ട് ചെയ്യാം. പിന്നെ ഞാൻ ഈ തെങ്കാശിയിൽ കണ്ട മെയിനായിട്ടുള്ളൊരു കാര്യം എന്താണെന്നറിയോ? ഭയങ്കര നീറ്റാണ് കേട്ടോ, ഭയങ്കര വൃത്തിയാണ്. ഈ ഫുട്പാത്തൊക്കെ നോക്കേ, ഒരു ചവറ് പോലും ഇല്ല. നമ്മുടെയൊക്കെ അവിടെ നമ്മുടെ നാടിനെ കുറ്റം പറയുന്നതല്ല, ഈ ഒരു മെയിൻ റെയിൽവേ സ്റ്റേഷൻ ഉള്ളതിൻ്റെ സൈഡിലത്തെ ഫുട്പാത്തൊക്കെ നിങ്ങളൊന്ന് നോക്കണം. പക്ഷേ ഇത് നോക്കിയതാ എന്ത് വൃത്തിയാന്ന് നോക്കേ. അതും ആളുകളൊന്നും ഒരുപാട് വരാത്ത സ്ഥലമൊന്നുമല്ല. ഇതൊക്കെ എപ്പോഴും വണ്ടികളൊക്കെ പോകുന്ന സ്ഥലമാണ്. അതൊക്കെ നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റും കേട്ടോ. മുമ്പൊക്കെ നമ്മൾ ഈ തമിഴ്നാട്ടിനൊക്കെ കളിയാക്കിയൊക്കെ ഓരോന്ന് പറയുമായിരുന്നു, വൃത്തിയില്ല എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ ഇപ്പം പക്ക നീറ്റായി. ഇപ്പോൾ എനിക്ക് നമ്മുടെ നാളെ വൃത്തിയാവാനുള്ളതെന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ എത്തി കേട്ടോ. ഇവിടെ നമുക്ക് ചോദിക്കണം, സുന്ദരപാണ്ഡിപുരം എന്ന് പറഞ്ഞ സ്ഥലത്തും ഈ സൂര്യകാന്തി കൃഷിയുണ്ട്, പിന്നെ അല്ലാതെ സുരണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന റൂട്ടിലും സൂര്യകാന്തി കൃഷി ഉണ്ടെന്നാണ് ഞാനിങ്ങനെ അറിഞ്ഞത് കേട്ടോ. ഇവിടെ ഞാൻ പറഞ്ഞില്ലേ സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലം, സുരണ്ടൈ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് പോകുന്ന ബസ്സാട്ടോ ഈ കിടക്കുന്നത്. സുരണ്ടയിലോട്ട് പോയാലും നമുക്ക് സൂര്യകാന്തി കാണാം, സുന്ദരപാണ്ഡിപുരത്ത് പോയാലും സൂര്യകാന്തി കാണാം. അപ്പോൾ എവിടെ പോകണം? എവിടെ വേണേലും പോവാം. ഇവിടെ തമിഴ്നാട്ടിലേക്ക് ബസ് സ്റ്റാൻഡിൽ സ്ഥിരമായിട്ട് കാണുന്നൊരു സംഭവം കേട്ടോ ഇത്. കപ്പലണ്ടി പുഴുങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത്. സാധാരണ നമ്മുടെ നാട്ടിൽ അങ്ങനെ കിട്ടത്തില്ല. 10 രൂപയ്ക്ക് പോകും. മസാല പോട വേണ്ട, ഇത് മട്ടും പോകും. പുഴുങ്ങിയ കപ്പലണ്ടി നല്ലതാണ്. 10 രൂപ കേട്ടോ. ഇവിടെ കടല മേടിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്ക് ആ ഒരു KSRTC ബസ് വന്ന് നിൽക്കുന്നുണ്ടോ? കൊല്ലത്തോട്ട് വന്ന ബസ്സാട്ടോ അത്. കൊല്ലം പറഞ്ഞ് ശീലമായി. കോട്ടയത്തോട്ട് വന്ന ബസ്സാട്ടോ അത്. സമയം 4 മണി ആയപ്പോഴത്തേക്കും, 4 മണി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ വന്ന് പോകുന്നത് തെങ്കാശി, ചെങ്കോട്ട, പുനലൂർ, അടൂർ വഴി കോട്ടയം. ഒരു ബസ് വന്ന് നിന്ന് കേട്ടോ. സുരണ്ടയിൽ പോകുന്നൊരു ബസ് വന്ന് നിന്നിട്ടുണ്ട്. ഇത് ആയിക്കുടി വഴി സുരണ്ടയിൽ പോകുന്നതാണോ എന്ന് തിരക്കണം. എങ്കിൽ ഒരു ട്വിസ്റ്റ്. ആയിക്കുടി വഴി സുരണ്ട, ആയിക്കുടി അങ്ങ് തന്നെ സൂര്യകാന്തി പൂവെല്ലാം നിൽക്കും. ഇതിൽ പോകാൻ പാക്കാൻ മുടിയില്ല. ഓക്കെ, അങ്ങനെ നമ്മുടെ സൂര്യകാന്തി പാടത്തോട്ട് പോകാനുള്ള ബസ് നമ്മുടെ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ. അപ്പോൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആയിക്കുടി വഴി സുരണ്ടയിൽ പോകുന്ന ബസ്സിൽ കയറണം. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ബസ്സിൽ കയറിയിരിക്കുക. അങ്ങനെ നമ്മൾ ബസ് ഇറങ്ങിയ സ്ഥലത്തിൻ്റെ പേര് എന്നാൽ നമുക്ക് നോക്കാം. ഈ സ്ഥലത്തിൻ്റെ പേര് കമ്പിളി. ഇതാണ്ടേ
കമ്പിളി. കമ്പിളി എന്ന സ്ഥലത്തിൻ്റെ പേര്. സൂര്യകാന്തി പൂ. നേരെ പോയാ പോ. സ്ട്രൈറ്റാ നടക്കുന്ന ദൂരം തന്നെ ഇരിക്കില്ല. ഓ 2 കിലോമീറ്റർ ഉണ്ടെന്ന് കേട്ടോ. ഇവിടെ നിന്ന് ബൈക്കിൽ ലിഫ്റ്റ് അടിച്ചെങ്ങാനും പോകാം നമുക്ക്. നമ്മൾ തെങ്കാശി പഴയ ബസ് സ്റ്റാൻഡിൽ നിന്ന് സുരണ്ടയിലോട്ട് പോകുന്ന റൂട്ടിൻ്റെ ഇടയിലുള്ള ഈ കമ്പിളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ സൂര്യകാന്തിയുടെ തോട്ടം ഉള്ളത് കേട്ടോ. എന്തായാലും നമുക്ക് നടക്കാനല്ല, നമുക്ക് നോക്കാം എവിടം വരെ നടക്കാൻ പറ്റുമോ നോക്കാം ആദ്യം. എന്നിട്ട് പല വണ്ടിയും വരുമ്പോഴത്തേക്കും കൈയാണിച്ച് പോവാം. ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ബോർഡൊക്കെ ഇവിടെ നാടുന്നു. ഭയങ്കര കാറ്റാട്ടോ അടിക്കുന്നത്. സുന്ദരപാണ്ഡ്യപുരം വലത്തോട്ട് 5 കിലോമീറ്റർ, സുരണ്ടൈ സ്ട്രെയിറ്റ് 8 കിലോമീറ്റർ. സുരണ്ട നേരെ പോകണം, സുന്ദരപാണ്ഡ്യപുരം ദിങ്ങനെ പോകണം. അപ്പോൾ ഇവിടെ സൂര്യകാന്തി കൃഷി ചെയ്തിരിക്കുന്ന സ്ഥലം സുന്ദരപാണ്ഡ്യപുരത്തും ഉണ്ട്, സുരണ്ടയിലും ഉണ്ട്. കൂടുതലായിട്ടും യൂട്യൂബിലൊക്കെ നോക്കുമ്പോഴത്തേക്കും സുന്ദരപാണ്ഡ്യപുരം എന്ന് പറഞ്ഞാൽ കാണുന്നത്. പക്ഷേ സുന്ദരപാണ്ഡ്യപുരത്തെക്കാട്ടി കൂടുതലായിട്ടും ഉള്ളത് സുരണ്ടയിലാട്ടോ. ഇപ്പം ഈ ഒരു സമയത്ത് കൂടുതലായിട്ടും ഇട്ടിരിക്കുന്നത് സുരണ്ടയിലാണ് കൂടുതലായിട്ടും സൂര്യകാന്തി പൂ കൃഷി ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് സുരണ്ടയിലോട്ട് പോവാം. അതുകൊണ്ട് നമ്മൾ ഒരു ട്രാക്ടറിന് കൈ കാണിച്ച് ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോകാൻ വേണ്ടിയിട്ട് ഒരു ട്രാക്ടർ വന്ന് ആണ് എന്താ സൂര്യകാന്തിക്ക് പക്കം നിർത്തുമാ കയറട്ടുമാ. ഇതിൽ പിടിച്ചാ ഇറങ്ങി പിടിച്ച് കയറാൻ പറ്റത്തില്ലല്ലോ. அப்படியா? ஓகே ஓகே. பேர் என்ன உங்க பேர் என்ன? കേക്കല. മുത്തുക്കാളെ എന്ന അണ്ണൻ്റെ പേര് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകാം. എന്തായാലും കിടിലൊരു വണ്ടി തന്നെ ലിഫ്റ്റ് കിട്ടി. അയ്യോ കാലൊക്കെ ഡേഞ്ചറാണല്ലേ, സൂക്ഷിച്ചിരിക്കണം, അല്ലേ പണി കിട്ടും. എന്തായാലും കിടില വണ്ടി തന്നെ ലിഫ്റ്റ് കിട്ടി കേട്ടോ. അടിപൊളി. ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട് അവിടെയൊക്കെ അല്ലേ സൂര്യകാന്തി. കേരള ഓറമൺ എൻട്രി. എന്തായാലും നമ്മൾ സൂര്യകാന്തി പാടത്ത് വന്നിറങ്ങിയ വണ്ടി അതായത് കണ്ടില്ലേ. ഈ വിശാലമായിട്ട് കാണുന്ന സൂര്യകാന്തി പാടം. അങ്ങോട്ട് ഇറങ്ങാം കേട്ടോ. ഭയങ്കര കാറ്റ്, ഒരു രക്ഷയില്ലാത്ത കാറ്റാണ് അടിക്കുന്നത്. സൂര്യകാന്തി പാടത്തിലോട്ട് നമ്മൾ ഇറങ്ങുക. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇപ്പോൾ എങ്ങോട്ട് പോകണോ എന്നുള്ള കൺഫ്യൂഷൻ. അങ്ങോട്ട് പോകണോ അതോ ഇങ്ങോട്ട് പോകണോ? എങ്ങോട്ടേലും പോവാം. നല്ല ഭാരം കേട്ടോ ഈ പൂ. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തിലോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും ഇതാ അവിടെ ഒരു പമ്പ് സെറ്റൊക്കെ ഉണ്ട് കേട്ടോ. പമ്പ് സെറ്റിൻ്റെ മുറിയായത്. എന്താ വെള്ളമൊക്കെ നോക്കേ. എൻ്റെ അമ്മ വലിയൊരു കിണറാ കേട്ടോ. അതാ എൻ്റെ ദൈവമേ. എക്കോ മറിഞ്ഞങ്ങനെ വീണ് കഴിഞ്ഞാലേ ഇപ്പോൾ പിള്ളേരൊക്കെ ആയിട്ട് ഈ സൂര്യകാന്തി പൂ കാണാൻ വരുന്നവരൊക്കെ സൂക്ഷിക്കണം കേട്ടോ. കൊച്ചു പിള്ളേരൊക്കെ ആയിട്ട് വരുമ്പോഴേ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ നിന്ന് ഇങ്ങനെ പിള്ളേരൊക്കെ കാർ നിർത്തുമ്പോഴത്തേക്ക് ഇറങ്ങി ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് ഓടി ഇറങ്ങും ഇങ്ങോട്ട്. അതൊക്കെ സൂക്ഷിക്കണം. അതാ നോക്കേ നല്ല ആഴമുണ്ട്. എന്തായാലും നമുക്ക് നമ്മുടെ സൂര്യകാന്തി പാടത്തിൻ്റെ ഇടയിലോട്ട് കയറാം. കൊള്ളാം കേട്ടോ, നല്ല രസമുണ്ട്. എല്ലാ പൂക്കളും നമ്മളിങ്ങോട്ട് നോക്കി നിൽക്കുന്നത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇവിടെ പ്രീ വെഡ്ഡിങ് ഫോട്ടോഷൂട്ട് അങ്ങനെയൊക്കെ നടക്കുന്ന സമയമായിരുന്നു. പക്ഷേ ഇപ്പം ഫോട്ടോഷൂട്ടൊന്നും നടക്കുന്നില്ല. ഇപ്പം നമ്മൾ വന്ന സമയം കുറച്ച് ലേറ്റായിട്ടായതുകൊണ്ടായിരിക്കാം. സമയം ഇപ്പം 5:15 ആയില്ലേ. എല്ലാവരും നേരത്തെ ഒതുക്കിയിട്ട് പോയി കാണും. നോക്കിയതാ ഒരു സൂര്യകാന്തി പൂ ആരോ പറിച്ചിട്ടിരിക്കുക കേട്ടോ. അതാ നല്ല വെയിറ്റ് ഉണ്ടല്ലോ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു നമ്മുടെ ഒരു സോപ്പിൻ്റെ അത്രയും വെയിറ്റ് ഉണ്ട്. സോപ്പിനെക്കാട്ടി വെയിറ്റ് ഉണ്ട് കേട്ടോ. ഏകദേശം ഒരു 10-300 ഗ്രാം കാണുമായിരിക്കാം. വരുന്നവർ ഇങ്ങനത്തെ പണി കാണിക്കുന്ന എന്തിനാ അല്ലേ. ഇവിടെ വരുന്ന ചില ആൾക്കാർ ഈ പൂവൊക്കെ പറിച്ചെടുക്കും കേട്ടോ. അത് മോശം പരിപാടിയാണ്. കഷ്ടപ്പെട്ട് കൃഷി ചെയ്യുന്നതല്ലേ. നമ്മുടെ വീട്ടിലെ ചെടി തന്നെ ആരെങ്കിലുമൊക്കെ വന്ന് പറിച്ചെടുത്തിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരുമാതിരി തോന്നത്തില്ല. അത് പക്ഷേ നമുക്ക് ജീവിതമാർഗ്ഗമൊന്നുമല്ല ചെടി. നമ്മൾ വെറുതെ നമ്മൾ സന്തോഷത്തിന് വേണ്ടിയിട്ട് വെച്ച് കിളിപ്പിക്കുന്ന ചെടി തന്നെ ആരെങ്കിലുമൊക്കെ പറിച്ചിട്ട് പോകുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമം വരത്തില്ലേ. അപ്പോൾ ഇത് ഇവരുടെ ജീവിതമാർഗ്ഗമാണ്. ഈ സൂര്യകാന്തി പൂ ഇവിടെ ആൾക്കാരെ നിർത്തി ഫോട്ടോ എടുക്കണമെന്നല്ല ഇവരുടെ ലക്ഷ്യം. ഇവിടെ ഇതുകൊണ്ട് ജീവിക്കുക അവർ, മനസ്സിലായോ. ഇത് വെച്ച് എണ്ണയൊക്കെ എടുക്കുന്ന അങ്ങനെ പല പല പ്രോസസ്സൊക്കെ ഉണ്ട് ഈ പൂ കൊണ്ടിട്ടേ. അപ്പോൾ ഇതൊക്കെ കൊണ്ട് ജീവിക്കുന്ന ഇവിടത്തുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും മര്യാദയ്ക്കൊക്കെ നിൽക്കണം. അല്ലെങ്കിൽ ഇവിടെ കയറാൻ ഇനി പറ്റിയെന്ന് വരത്തില്ല. വരുന്നവർ അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. മലയാളികളാണ് ഇവിടെ കൂടുതലായിട്ടും ഈ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇതിൻ്റെ ഇടയിലോട്ട് ഇറങ്ങുന്നത്. അപ്പം പോക്കൃത്തരം കാണിക്കുന്നതും മലയാളികളാണ്. കാര്യം ഇവർക്ക് ഈ തമിഴ്നാട്ടിലുള്ള ആളുകൾക്ക് ഇതൊന്നും കാണുന്ന അത്ര വലിയ സംഭവമൊന്നുമില്ല. കാര്യം അവർ കൃഷിയല്ലേ, അവരുടെ ഒരു ജീവിതമാർഗ്ഗം ആയതുകൊണ്ട് അവർ സ്ഥിരം കാണുന്നതുമായത്. അപ്പോൾ എന്തായാലും ഇവിടെ വരുന്നവരത് സൂക്ഷിക്കണം. നമ്മുടെ ഇവിടെ ഈ സൂര്യകാന്തിയോട് ചേർന്ന് കൃഷി ചെയ്തിരിക്കുന്നത് എന്താണെന്നറിയാമോ? സവാള കേട്ടോ. സവാളയാണോ ഉള്ളിയാണോ എന്താണെന്നറിയാൻ മേലോ. സവാള കേട്ടോ. അതാ കണ്ടില്ലേ, കണ്ടാ
ഇവിടെ ഒരു അത്യാവശ്യം വലിയൊരു സവാള നിൽപ്പുണ്ട്. ഞാൻ മുട്ടുകുത്തിപ്പോ നോക്കെ കൊച്ചു പിള്ളേർ പോകുന്ന കണക്ക് കണ്ടത്. ഇവിടെ സവാള നിൽപ്പുണ്ട്. ഓക്കെ, അങ്ങനെ സവാളയുടെ കൃഷിയാണ് ഈ നടക്കുന്ന. ഈ സൂര്യകാന്തി വന്നപ്പോഴത്തേക്ക് ഈ വാഴയൊന്നും ആരും മൈൻഡ് ചെയ്യുന്നില്ല. കൃഷിക്കാരൻ വിചാരിക്കുമായിരിക്കും ഈ വാഴ വെച്ച സമയത്ത് സൂര്യകാന്തി വെച്ചാൽ മതിയായിരുന്നെന്ന്. ഇതിവിടെ പച്ചമുളകിൻ്റെ കൃഷി കേട്ടോ. അതാ കണ്ടില്ലേ, ഇതാ പച്ചമുളക് കൃഷി. അതാ ഈ സൈഡ് ഇത് നല്ല ഫുള്ളായിട്ടുണ്ട്. അതോ അവിടെ ഒരെണ്ണം നിൽക്കുന്നു ഫുള്ളായിട്ട്. ഇതും കൊള്ളാം. ഓക്കെ, ഫുൾ എതളുകൾ എല്ലാമായിട്ട് നിൽക്കുന്നു. ഓക്കെ, കൊള്ളാം അല്ലേ? അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയണം. അയ്യോ പറഞ്ഞു എന്താന്ന് വെച്ചാൽ ഇന്നത്തെ ഈ ദിവസമാണ്. ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി കേട്ടോ. കാര്യം ഞാനങ്ങനെ ഡേറ്റ് എടുത്ത് പറഞ്ഞ കാര്യം, നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ഇതെന്നായിരിക്കും ഈ പൂ പൂത്ത് നിൽക്കുന്ന സമയം എപ്പോഴായിരിക്കും എന്നൊക്കെ ചിന്തിക്കും. അപ്പോഴതാ ഞാൻ പറഞ്ഞത്, ഇന്ന് ഓഗസ്റ്റ് 2-ാം തീയതി 2022. നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണ് കാണുന്നതെന്ന് എനിക്കറിയാൻ വയ്യ. അതാണ് ഞാനങ്ങനെ പറഞ്ഞത്. പിന്നെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് പറയാം. നമുക്ക് ഇവിടെ ഇരുന്നിട്ട് പറയാം. കാര്യം കാറ്റ് ഭയങ്കരമായിട്ട് അടിക്കുന്ന കേട്ടോ. അങ്ങനെ ഇവിടെ തിരിച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാനിവിടെ തിരിച്ചു പോകുന്നില്ല. കാര്യം ചിലപ്പം ഇവിടെ സ്റ്റേ ചെയ്യും. ഇവിടെ എന്ന് വെച്ചാൽ ഇവിടെ അല്ല, ഇവിടെ കുറച്ചപ്പുറത്തോട്ട് അങ്ങനെ മാറി ഏതെങ്കിലും ടൗണിൽ ലോഡ്ജ് എടുത്തൊന്ന് സ്റ്റേ ചെയ്തിട്ട് ചിലപ്പോൾ വേറെ ഏതെങ്കിലും സ്ഥലമൊക്കെ ഒന്ന് കണ്ട് കറങ്ങിയിട്ടേ ഞാൻ പോകത്തുള്ളൂ. പക്ഷേ തിരിച്ചു പോകേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. തിരിച്ചു പോകേണ്ടത് നമ്മുടെ ഇവിടെ നിന്ന് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ പോകണം. പുതിയ ബസ് സ്റ്റാൻഡിൽ നമ്മുടെ KSRTC ഒക്കെ ഉണ്ട്. കൊല്ലം, ട്രിവാൻഡ്രം, കൊട്ടാരക്കര, അടൂർ, പത്തനംതിട്ട, കോട്ടയം അങ്ങോട്ടൊക്കെ പോകുന്ന ബസ്സൊക്കെ വരുന്ന KSRTC ബസ് വരുന്ന സ്റ്റാൻഡാണ് തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡ്. തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നാട്ടിലോട്ട് പോകാനുള്ള ബസ്സൊക്കെ കിട്ടും. കൊല്ലത്തോട്ട് പോകുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം. കാര്യം ഞാൻ കൊല്ലത്തോട്ട് പോയിട്ടുണ്ട്, 1-2 തവണ പോയിട്ടുണ്ട്. അപ്പം തെങ്കാശി പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് കൊല്ലത്തോട്ട് KSRTC ഫാസ്റ്റ് പാസഞ്ചർ ബസ്സിൽ ടിക്കറ്റ് ചാർജ് 137 രൂപ ഒരാൾക്ക് ടിക്കറ്റ് ചാർജ്. പിന്നെ രാത്രി 8:45 വരെ ആട്ടോ ബസ്സുള്ളത്. ലാസ്റ്റ് ബസ് കൊല്ലത്തോട്ടുള്ള ലാസ്റ്റ് ബസ്സുള്ളത് രാത്രി 8:45. കൊല്ലത്തോട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഞാൻ കൊല്ലത്തുനിന്നാണ് വരുന്നത്. അതുകൊണ്ട് അതാണ് ഞാൻ കൊല്ലത്തെ കാര്യം പറഞ്ഞത് കേട്ടോ. നമ്മളിതാ കിണറിൻ്റെ സൈഡിൽ കൂടെ പോകുന്നത്. വെരി 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 റിസ്ക്. വെരി 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 അകത്തോട്ട് വീണ് കഴിഞ്ഞാൽ എൻ്റെ അമ്മോ ദൈവമേ. അങ്ങനെ നമ്മൾ കരയ്ക്കെത്തി. ഭയങ്കര കാറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് തിരിച്ച് കയറാം. അങ്ങനെ നമ്മൾ റോഡിലോട്ട് കയറി കേട്ടോ. അങ്ങനെ നമ്മൾ സൂര്യകാന്തി പാടത്തൊക്കെ കയറിയിട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഒരു ബസ് വരുന്നുണ്ട്. എങ്ങോട്ട് പോകുന്നതെന്ന് അറിയാൻ വയ്യ. എവിടെ പോകുന്നേ ഇത്? ഇല്ല, സ്റ്റോപ്പില്ല, നിർത്തിയില്ല. അത് പോയി. അത് ചെങ്കോട്ടെ പോകുന്ന ബസ്സായിരുന്നു. സുരണ്ടൈ ടു ചെങ്കോട്ടെ പോകുന്ന ബസ്സായിരുന്നു. നമ്മൾ കൃത്യമായിട്ടുള്ള സ്റ്റോപ്പിൽ നിന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ആ ബസ് കിട്ടിപ്പോയാൽ. വീഡിയോ എടുക്കാൻ വന്നേ. അപ്പോൾ നമ്മുടെ പേരെങ്ങനെ? മണികണ്ഠൻ. അപ്പം മണികണ്ഠൻ ബ്രോ നമ്മളെ ഇവിടം വരെ ആക്കിയത്. നമ്മളെ നേരത്തെ കൈ കാണിച്ചപ്പോഴത്തേക്ക് ഒരു ബസ് നിർത്തിയില്ലായിരുന്നു. അപ്പം ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് നമ്മൾ ഇവിടം വരെ. അപ്പാച്ചെ RTR അല്ലേ? അപ്പോൾ RTRനകത്ത് കൊണ്ട് നമ്മളിവിടെ ഇറക്കിയിരിക്കുക. ശരി, അപ്പോൾ കാണാം. അപ്പോൾ എന്തായാലും ബ്രോ നമ്മളെ ഇവിടം വരെ എത്തിച്ചുകൊണ്ട് നമുക്കിവിടെ എത്താൻ പറ്റി. ആയിക്കുടിയിൽ ബസ് നിർത്തിയിരിക്കുക. ചെങ്കോട്ട പോകുന്ന ബസ്സാട്ടോ. അങ്ങനെ നമ്മൾ ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ വന്ന് ബസ് ഇറങ്ങിയിരിക്കുക. ഇതാ നോക്കി, ബസ് കിടക്കുന്നോക്കെ, മഴ നനഞ്ഞ് കിടക്കുന്നോക്കെ. ആ പാട്ടിനകത്തുള്ളതാണ് കിടക്കുന്നോക്കെ. എന്നാലും നമുക്ക് നമ്മുടെ KSRTC ബസ് വരുന്നത് നോക്കാം. തെങ്കാശി ബസ് സ്റ്റാൻഡിൽ നിന്നും വരുന്ന ബസ്സെല്ലാം ഇതുവഴിയാണ് വരുന്നത്. ചെങ്കോട്ട കണക്ട് ചെയ്തിട്ടാണ് അത് കൊല്ലത്തോട്ട് പോകുന്നത്. നമ്മുടെ കേരളത്തിലോട്ട് പോകുന്നത് ചെങ്കോട്ട കണക്ട് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഇവിടെ വരാൻ സാധ്യതയുണ്ട് ബസ്. സമയം ഇപ്പം 8:15 കഴിഞ്ഞ് 8:20, 8:25, 8:30 ആവാൻ പോകുന്നേ ഉള്ളൂ. എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ കൊല്ലം ബസ് വന്നു കേട്ടോ. കൊല്ലം ബസ്. അയ്യോ, നിർത്തുന്നില്ലേ? എവിടെ പോന്നു? നമ്മുടെ കൊല്ലം ബസ്സിനകത്തോട്ട് നമ്മൾ കയറുക. അങ്ങനെ നമുക്ക് സീറ്റ് കിട്ടി കേട്ടോ. പിന്നെ ചെങ്കോട്ടയിൽ നിന്ന് കൊല്ലം വരെ ബസ്സിന് ടിക്കറ്റ് ചാർജ് 129 രൂപ കേട്ടോ ഒരാൾക്ക്. ഓരോ അരമണിക്കൂർ കൂടുന്തോറും ബസ്സുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല. ബസ് കിട്ടുമോ ഇല്ല എന്നുള്ള ടെൻഷനൊന്നും വേണ്ട. പിന്നെ ഇത് നമ്മുടെ തെങ്കാശിയിൽ നിന്ന് ഓടി വരുന്ന ബസ്സാണ്. തെങ്കാശിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ബസ്സാണ്. ലാസ്റ്റ് ബസ് രാത്രി 8:45 കേട്ടോ. തെങ്കാശിയിൽ നിന്ന് 8:45 എടുക്കുന്ന ബസ്സാണ് കൊല്ലത്തോട്ടുള്ള ലാസ്റ്റ് ബസ്. തെങ്കാശിയിൽ നിന്ന് രാത്രി 8:45 എടുക്കുന്നത് ചെങ്കോട്ട എത്തുമ്പോഴത്തേക്ക് ഒരു 10 മിനിറ്റ് താമസമേ വരത്തുള്ളൂ. തെങ്കാശിയിൽ നിന്ന് ചെങ്കോട്ട വരെ എത്താൻ വേണ്ടിയിട്ടേ ഒരു 10 മിനിറ്റത്തെ ഓട്ടോയേ ഉള്ളൂ. പിന്നെ പ്രത്യേകിച്ച് വേറൊന്നുമില്ല. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.